ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഞാനിങ്ങനെ കൈയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സാധനം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ഇതാണ് കേട്ടോ ആടിൻ്റെ കുടൽ. ഇത് വലിയ കുടലാണ്, ചാക്ക് പോലെയുള്ളത്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. വലിയ രണ്ടെണ്ണം കേട്ടോ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടപ്പാട്സിന് വേണ്ടിയിട്ട് നമ്മൾ വടകര ഒന്ന് ജസ്റ്റ് പോയി നോക്കിയതായിരുന്നേ. പക്ഷേ അവിടെ മുട്ടപ്പാട്സ് ഉണ്ടായിരുന്നില്ല, അതിന് പകരം കിട്ടിയതാണ് കേട്ടോ ഈ സാധനം. ജസ്റ്റ് ഒന്ന് മട്ടൺ സ്റ്റാളിലേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എന്തായാലും കിട്ടിയതല്ലേ, അങ്ങനെ ഇത് കിട്ടാത്ത സാധനം നമുക്ക് നിലമ്പൂർ പോകുമ്പോൾ മാത്രമേ കിട്ടാറുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തായാലും ഉള്ളതല്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഓക്കെ വാങ്ങിക്കൊണ്ട് വാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. ഇത് ചെറിയ കുടലാണേ, മട്ടൻ്റെ തന്നെ. പിന്നെ 2 കിലോ ആണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ അത് രണ്ടും കുടൽ മാത്രം തൂക്കിയിട്ട് 2 കിലോ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കുറച്ച് പാർട്സും, അത് പല്ലൊന്നുമല്ല കേട്ടോ, പക്ഷെ അത് കുടലിൻ്റെ അതിൻ്റെ കൂടെയുള്ള സാധനമാണ് കേട്ടോ. പിന്നെ കുറച്ച് കരൾ, പിന്നെ അതിൻ്റെ കൂടെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് പാർട്സ് തന്നെ. അയ്യേ, ആടിൻ്റെ കുടലോ എന്നൊന്നും പറയണ്ട, ഒരുപാട് ഗുണമുള്ളതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് കറി വെച്ചിട്ടുണ്ടെങ്കിലും വരട്ടിയിട്ടുണ്ടെങ്കിലും ഒക്കെ ആരെങ്കിലും കഴിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അറപ്പാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനാണെങ്കിൽ അമ്പലത്തിൽ പോയി വന്നതായിരുന്നേ. നമ്മുടെ അമ്പലത്തിൽ ഇന്ന് ഗണപതി ഹോമം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് കുളിച്ചിട്ടൊക്കെ പോയി പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വന്നത്. എനിക്കാണെങ്കിൽ ചെറിയൊരു പനിക്കോളൊക്കെ ഉണ്ട്, നല്ല ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാണെങ്കിൽ ചേട്ടനും ഇല്ല, ഓഫീസിൽ പോയി ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നാക്കിയെടുക്കാൻ നല്ല കഷ്ടപ്പാടാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും സമയം പോക്കണ്ടെന്ന് വെച്ചിട്ട് വേഗം തന്നെ നന്നാക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ചെറിയൊരു മുട്ടിക്കഷ്ണവും ഒരു കത്തിയും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പാർട്സ് ഒന്ന് മുറിച്ച് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യം അത് മുറിച്ചിട്ട് അത് നമ്മൾ ഈ കുടലിൻ്റെ കൂടെ ഇട്ട് വെക്കൂല, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കണം. പിന്നെ കൈ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ, മുഴുവനായിട്ട് അങ്ങനെ മാറിയിട്ടൊന്നുമില്ല, എന്നാലും ചെറിയ വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ പാർട്സ് മുഴുവൻ ഞാൻ മുറിച്ചെടുത്തിട്ടോ. അത് കഴിഞ്ഞ് ഇനി നമുക്കിതാ ചെറുകുടലുണ്ടല്ലോ, അത് ആദ്യം നന്നാക്കിയിട്ടെടുക്കണം. അപ്പോൾ ഇതിൽ വേസ്റ്റ് ഒന്നുമില്ല കേട്ടോ, അതിൻ്റെ കുടലിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റും ഒക്കെ അവർ കളഞ്ഞിട്ടാട്ടോ നമുക്ക് തരും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല നന്നാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് കുടൽ നന്നാക്കാനായിട്ട് ഇതാ ഈ പ്രത്യേക ഒരു ആയുധം വേണം. ഇത് കണ്ടൊക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ പപ്പടക്കുത്തിയാണ് കേട്ടോ. നമ്മളിങ്ങനെ പപ്പടക്കുത്തി ഇങ്ങനെ എടുക്കൂലേ എണ്ണയിൽ നിന്ന്, അതാണ് കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇതാ ഞാൻ ചെയ്യുന്ന പോലെ കണ്ടില്ലേ, അതുപോലെ ആട്ടോ ചെയ്യാം. അപ്പോൾ ചെറിയ കുടൽ ഇങ്ങനെയാണ് നന്നാക്കിയെടുക്കുക, വലിയ കുടൽ വേറെ രീതിയിലാണ് നന്നാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഓരോ കുടലും പപ്പടക്കുത്തിയിലേക്ക് ഇങ്ങനെ ഒരറ്റം മുതൽ ലാസ്റ്റ് അറ്റം വരെ ഇങ്ങനെ കുത്തി ഇറക്കി കൊടുക്കണം. ഒരു 3-4 അങ്ങനെ കോർത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കത്തിയും കൊണ്ട് ഇങ്ങനെ വരിഞ്ഞെടുക്കാം കേട്ടോ ചെയ്യുക. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ജലദോഷം കൊണ്ടൊരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതെന്തായാലും കൊണ്ടുവന്നിട്ട് ചേട്ടൻ വന്നിട്ട് നന്നാക്കാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ നാറ്റ കേസാണ് കേട്ടോ. ഒന്നാമത് ആട്ടിറച്ചിക്ക് പൊതുവേ ഒരു മണമായിരിക്കുമല്ലോ, പിന്നെ കുടലും കൂടി ആകുമ്പോൾ പ്രത്യേകിച്ച് മണം ഒന്ന് കൂടുതലായിരിക്കും. അതുകൊണ്ട് അകത്തൊന്നും വെച്ച് നമുക്ക് നന്നാക്കാൻ പറ്റില്ല. ഞാൻ പുറത്ത് ഗ്രില്ലിൻ്റെ അവിടെയാണ് കേട്ടോ ഇരുന്നിട്ടുള്ളത്. കുടലിൽ നെയ്യൊക്കെ ഉണ്ടാവും, അതൊക്കെ പറിച്ചെടുക്കണം. ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഇത് സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ വഴുവഴാന്ന് കയ്യിൽ നിന്ന് വഴിക്ക് പോകുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ ഈ കോർത്തതൊക്കെ പിന്നെ താഴത്ത് വീഴുമ്പോൾ, അതുകൊണ്ട് നല്ല സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നിലമ്പൂർ പോയപ്പോഴാണ് ഇതൊക്കെ നന്നാക്കുന്നത് കാണുന്നതും. കൂടുതലായിട്ടും വയനാട്ടിലൊക്കെ നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ അങ്ങനെ കിട്ടി കഴിച്ചാൽ അത്രയേ ഉള്ളൂ. നിലമ്പൂരൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് കൊതിയാകുമ്പോഴൊക്കെ വാങ്ങിയിട്ടൊക്കെ വന്ന് അവിടെയൊക്കെ ആണെങ്കിൽ ഉഷാറാ. അച്ഛനും അമ്മയും വലിയച്ഛനും ഞാനും എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് നന്നാക്കുക. ഇതിപ്പോൾ ഞാനിത് ഒറ്റയ്ക്കാണുള്ളൂ, ഇതിപ്പോൾ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് നന്നാക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എടുത്ത് വെക്കണ്ട, പിന്നെ എന്തായാലും നന്നാക്കാമെന്ന്. ഒറ്റയ്ക്കാണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് സമയമായാലും. അപ്പം ഞാനൊരു 11-11:30 കേട്ടോ ഇരുന്നത് ഇത് നന്നാക്കാൻ വേണ്ടിയിട്ട്. ക്ഷമ ഭൂമിയോളുണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് നിൽക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇട്ടെറിഞ്ഞ് വലിച്ചെറിഞ്ഞ് ഇങ്ങോട്ടെങ്കിലും പോകാനൊക്കെ തോന്നും, ഭ്രാന്ത് പിടിക്കും, നടുവും ഒക്കെ ഒരു വിധം പഞ്ചറാവും അവസാനം. പക്ഷേ എങ്കിൽ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനീ പറഞ്ഞ ഏകദേശം സാധനങ്ങളൊക്കെ തിന്നും, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്കത് ഉണ്ടാക്കാനും അതിന് മെനക്കെടാനൊക്കെ എനിക്കിഷ്ടമാണ്. കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാലും നമുക്കെന്താ ഇഷ്ടപ്പെട്ട സാധനം നല്ല ടേസ്റ്റോടെയൊക്കെ തിന്നാലോ. അതുകൊണ്ട് അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു 3-4 ഇങ്ങനെ ഇതിലെ കോർത്തിട്ട് ഇതാ കത്തിയും കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ ചെയ്യുക. അപ്പോൾ നമ്മൾ പപ്പടക്കുത്തി നമ്മൾ ജസ്റ്റ് നമ്മുടെ തള്ളവിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതാ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടെ ഒരു വേസ്റ്റ് ഇങ്ങനെ ഒരു വളവളാന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് എന്നിട്ട് നന്നായിട്ട് നമ്മൾ കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് കല്ലിലുണ്ടല്ലോ, നല്ല ഉരയുള്ള കല്ലിൽ നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കണം, എന്നാലേ ആ വഴുവഴുപ്പൊക്കെ പോവുള്ളൂ. അപ്പോഴൊന്നും നല്ല വൃത്തിയാവും. ഇങ്ങനെ ആയിരിക്കില്ല, ഉരച്ച് കഴുകിയൊക്കെ വരുമ്പോൾ നല്ല വെള്ള കളറിലായിരിക്കും കേട്ടോ ഇതുണ്ടാവുക കുടലൊക്കെ. അപ്പോൾ ഇതാ ഞാൻ ഈ ചെയ്യുന്ന കണ്ടോ, അതുപോലെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വരിഞ്ഞ് കൈയൊക്കെ മുറിയാണ്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ഇതാ മുറിച്ചെടുക്കണം കേട്ടോ. നമുക്കെന്തോ ചെറിയ കുടൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അധികമൊന്നുമില്ല. വലിയ കുടൽ വലുത് 2 ആയിരുന്നു. ഇത് കുറച്ചല്ല, നല്ല കഷ്ടപ്പാടാണ്. പക്ഷേ ഇത് പിന്നെ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് നന്നാക്കാനൊന്നും പറ്റില്ല. ഇതൊന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ ഇതിന് നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പണി കിട്ടും. കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടരുത്, രാവിലെ 11 മണിക്ക് ഞാൻ ഇരുന്നിട്ട് 3 മണിക്കാണ് കേട്ടോ ഇത് ശരിക്കും
കഴുകി വൃത്തിയാക്കി കഴിഞ്ഞത്. നിങ്ങൾ വിശ്വസിക്കുമോ? അത്രയ്ക്കും നേരമാണ് ഇത് നന്നാക്കി എടുക്കണമെങ്കിൽ. നമ്മളുടെ കൂടെ കുഴപ്പമില്ല, ഒരു 3 4 2 3 പേര്, 2 കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പെട്ടെന്ന് വൃത്തിയാക്കിയിട്ടൊക്കെ എടുക്കാം. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലുണ്ടല്ലോ ഇക്ഷ ഇഞ്ഞ വരയ്ക്കും. ചില കുടലുണ്ടല്ലോ ഭയങ്കര കട്ടിയായിരിക്കും കേട്ടോ. അപ്പോൾ അത് മുറിച്ചെടുക്കാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും. എന്തായാലും ചെയ്യാണ്ട് പറ്റില്ലല്ലോ. ഇത് കണ്ടപ്പോഴേ എൻ്റെ ഫ്രണ്ട്സ് പറയുകയാണേ, ഇത് തിന്നില്ലെങ്കിൽ തിന്നില്ല എന്നേ ഉള്ളൂ, ഇത്രയൊന്നും കഷ്ടപ്പെട്ട് ഉണ്ടാക്കാനൊന്നും ഞങ്ങൾക്ക് വയ്യ, നിന്നെ കൊണ്ട് മാത്രമേ ഇത് പറ്റുള്ളൂ എന്ന്. പക്ഷേ കാര്യമാണ്, എനിക്കെന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് എത്ര വേണമെങ്കിലും മെനക്കെടാൻ ഞാൻ റെഡിയാണ്. ഒന്നാമത് എന്താണെന്നറിയോ, ഇത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അങ്ങനെയൊന്നും കിട്ടില്ല ഇവിടെ തന്നെ കിട്ടുന്നു. ഞാൻ ആദ്യമായിട്ട് നമ്മൾ അറിയുന്നത് തന്നെ. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നിലമ്പൂർ പോകുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നിലമ്പൂർ പോയാൽ തന്നെ എടവണ്ണപ്പാറ എന്നൊരു പറയുന്ന സ്ഥലമുണ്ട്, പിന്നെ അരീക്കോട്, അവിടെയൊക്കെ പോയാലേ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ അവിടെയൊക്കെ ഒരു കുടലിൽ ഒരു ഫുള്ളായിട്ട്, അതായത് ഒരു വലിയ കുടലും അതിൻ്റെ ബാക്കിയുള്ള ചെറുകുടലും അങ്ങനെ ഉണ്ടാവുക. അതിന് ഒന്നിന് തന്നെ 300 രൂപയൊക്കെ കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് വില കുറച്ച് കിട്ടുകയും ചെയ്യും. നമുക്ക് കഴിക്കാൻ ആഗ്രഹമുള്ളപ്പോൾ പോയി വാങ്ങുകയും ചെയ്യാമെന്നുള്ളത് നമ്മളിപ്പോഴും അറിയുന്നത്. അപ്പോൾ വിചാരിച്ച് പിന്നെ എന്തായാലും കുഴപ്പമില്ല വാങ്ങാം എന്നൊക്കെ. കുറേ ആയി കഴിച്ചിട്ട്. നമുക്ക് നിലമ്പൂർ പോകുമ്പോഴും അങ്ങനെയൊന്നും കിട്ടുമൊന്നുമില്ല. ഉള്ള സമയത്തൊക്കെ കുറേ ആടുകളൊക്കെ മുറിച്ചാലല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ ആയി നമുക്ക് കിട്ടിയിട്ട്, അങ്ങനെ ഒരു കൊതി കൊണ്ടൊക്കെ വാങ്ങിയതാണ് കേട്ടോ. നമ്മൾ ഈ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ പ്രത്യേകിച്ച് ഒരു മരുന്നൊക്കെ കൂട്ടിയിട്ട്, അതായത് ചെറിയുള്ളി, കുരുമുളക്, ജീരകം, ഉലുവ, കടുക്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ട് അരച്ചിട്ട് അങ്ങനെ ഇത് നന്നായി വേവിച്ചിട്ട് അങ്ങനെ എന്തൊക്കെയോ ആക്കിയിട്ട് കൊടുക്കും. അത് നമ്മുടെ വയനാട്ടിൽ അങ്ങനെയല്ല, പക്ഷെ നിലമ്പൂർ അങ്ങനെയാണ് നാത്തൂനൊക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യും, എന്തൊക്കെയോ ചെയ്യും. ആടിനെ പിന്നെ ഫുള്ളായിട്ട് നല്ലതാണ്, ഭയങ്കര ഗുണമൊക്കെ ഉള്ളതാണെന്നൊക്കെയാണല്ലോ പറയാറ്. എനിക്കത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. പക്ഷേ നിലമ്പൂർ ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന ഒരു പെണ്ണിനെ കൊണ്ട് ഒരാടിനെ മുഴുവൻ തീറ്റിക്കുന്ന സമ്പ്രദായമാണുള്ളത്. എത്ര ദിവസമാണോ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു ദിവസം ആടിൻ്റെ തല, പിന്നെ ആടിൻ്റെ നടു, ആടിൻ്റെ കാല്, ആടിൻ്റെ കരൾ, ആടിൻ്റെ ബോട്ടി, ആടിൻ്റെ ഇറച്ചി എന്നൊക്കെ പറഞ്ഞ പോലെ ഓരോ ദിവസവും ഓരോ ആടിനെ ഫുള്ള് തീറ്റിക്കും. അതാണ് കണക്ക് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ വയനാടൊന്നും ഇങ്ങനെയില്ല, എനിക്കിതൊന്നും കിട്ടിയിട്ടുമില്ല കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ രീതികളാണല്ലോ. പിന്നെ ഇപ്പോൾ കണ്ടിട്ട് കുറേ പേര് അവിടെ ഇന്ന് ഛർദ്ദിക്കുന്നൊക്കെ ഉണ്ടാവും കാണുമ്പോൾ. അതാ പറയുന്നത്, ഇത് നല്ല ഇഷ്ടമുള്ളവരും കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് അറപ്പുള്ളവരും ഉണ്ടാവും. ആടിൻ്റെ കുടൽ പോയിട്ട് ആടിൻ്റെ ഇറച്ചി വരെ കഴിക്കാത്തവരുണ്ടാവും. അങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ആടിൻ്റെ കുടൽ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് നന്നാക്കുകയാണെങ്കിൽ ഒരിക്കലും കുളി കഴിഞ്ഞിട്ട് ഇത് നന്നാക്കാൻ നിൽക്കരുത്. കാരണം ഇത് നന്നാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പുഴയിൽ പോയി മുങ്ങാൻ പറ്റിയാൽ അത്രയ്ക്കും നല്ലത്. അത്രയ്ക്കും എന്താ പറയേണ്ടത്, നമ്മളെ മാറട്ടെ. ഇത് കണ്ടോ, ഇത് മുറിക്കുമ്പോഴൊക്കെ നമ്മുടെ മേത്തേക്കും ഡ്രസ്സിലേക്കും ഒക്കെ തെറിക്കും. ഞാൻ പറഞ്ഞില്ലേ, അമ്പലത്തിൽ ഗണപതി ഹോമം ആയതുകൊണ്ട് അത് വാങ്ങിയിട്ട് വന്നുകൊണ്ട് കുളിച്ചിട്ടാണ് പോയത്. പിന്നെയാണ് ഇനിയിപ്പോൾ എനിക്ക് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഒരു നനച്ച കുളി പാസ്സാക്കണം നിർബന്ധമായിട്ടും. ഇതിന് നമുക്ക് വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് നന്നായതുകൊണ്ട് തന്നെ അധികം മണമൊന്നുമില്ല എന്ന് പറയാനും പറ്റൂല, എന്നാലും നല്ല മണമായിരിക്കും കേട്ടോ. ആ പരിസരത്ത് മുഴുവൻ നല്ല മണമായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേറെ സ്ഥലമില്ല നമുക്ക് നന്നാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പുറത്തിങ്ങനെ ഗ്രില്ലിൻ്റെ അവിടെ നിന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നന്നാക്കി ക്ലീനാക്കി എടുക്കണം. അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ഒരു 4-5 മണിക്കൂറത്തെ പണി ഉണ്ടല്ലോ. വീട്ടിലുള്ള പ്രേമേച്ചി വന്നിട്ട് ഇങ്ങനെ ഓരോ വിശേഷം ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ വടകര ഇപ്പോൾ ഞങ്ങളിവിടെ താമസിക്കുന്നിടത്ത് ഇവരിത് കണ്ടിട്ട് പോലുമില്ല, കണ്ടിട്ട് വേണ്ടേ കഴിച്ചിട്ടുമില്ല. ഇതെന്താ നീ ചെയ്യുന്നത്, ഇതെങ്ങനെയാ, ഇതൊക്കെ കഴിക്കുമോ എന്നൊക്കെ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, പ്രേമേച്ചി ഇതൊക്കെ കഴിക്കും, ഇതൊക്കെ നല്ല അടിപൊളി സാധനമല്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ അവർക്കറിയില്ല, അവർക്കൊരു അറപ്പ് പോലെയാണ്. പക്ഷെ അതൊന്നും പറഞ്ഞില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അവരൊരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ അറപ്പാക്കേണ്ട കാര്യമില്ലല്ലോ. കഴിക്കുന്നവർ കഴിച്ചോട്ടെ, നമ്മൾ കഴിക്കേണ്ടെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഓരോ വഴി കൂടെ പോകുന്നവരൊക്കെ എന്നോട് ചോദിക്കുന്നത്, അതായത് ബേക്കിലാണ് ഞാൻ ഇരിക്കുന്നത്, പക്ഷേ ബേക്ക് വശത്ത് കൂടെയും ഇതിലൂടെ ഒരുപാട് ആൾക്കാർ നടന്നു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ കാണുമ്പോഴൊക്കെ ചോദിക്കും. അല്ലാതെ നമുക്ക് ആരും കാണാതെ ഇരിക്കാൻ വേറെ സ്ഥലമില്ല, വേറെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. അടുക്കള എൻ്റെ ബേക്കിലാണ് കേട്ടോ. നമ്മുടെ ചെറിയ കുടൽ ഏകദേശം നന്നാക്കി കഴിയാനായിട്ടുണ്ട്, കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ചെറിയ കുടലൊക്കെ നന്നായിട്ട് ഇങ്ങനെ കീറി എടുത്തിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ പുറത്തും അകത്തും എല്ലാം ഒരുപോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വലിയ കുടലാണ്. ഇനിയിപ്പോൾ വലിയ കുടൽ നമുക്ക് നന്നാക്കിയിട്ട് എടുക്കണം.
അപ്പോൾ ചെറിയ കുടൽ അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് വലിയ കുടലിൻ്റെ പണി തുടങ്ങാം. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ആ കുടലിൻ്റെ കൂടെ കുറച്ച് നെയ്യിൻ്റെ കഷ്ണവും നെയ്യ് ഇങ്ങനെ തൊങ്ങിയിരിക്കുന്നൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ വലിച്ച് പറിച്ചെടുക്കണം കേട്ടോ. അതൊന്നും നമുക്ക് വേണ്ട. ഓൾറെഡി ഇതിലങ്ങനെ നെയ്യുണ്ടല്ലോ. ആടെ ഇറച്ചിയിലുള്ള പോലെ നെയ്യും അങ്ങനെയൊന്നും ഉണ്ടാവില്ല കുടലിൽ. പക്ഷെ ഇങ്ങനെ അതിൽ തൂങ്ങി നിൽക്കുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ പറിച്ച് വൃത്തിയാക്കിയിട്ടെടുക്കാം. കണ്ടോ, ഓരോ ആടിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് കേട്ടോ കുടലിൻ്റെ വലിപ്പം ഉണ്ടാവുക. അതങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ വലിയ ആടാകുമ്പോൾ വലിയ കുടലായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഈ 2 കിട്ടിയതും വലുതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനി ഇതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതാ ഇതുപോലെ മുറിച്ചെടുക്കണം. അപ്പോൾ അതും വലിയൊരു ടാസ്ക് ആയിരുന്നു. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഈ മുട്ടിക്കഷ്ണത്തിലൊക്കെ വെച്ച് ചെറിയ കഷ്ണമാക്കി അങ്ങനെ എടുത്ത് മുറിച്ച് എടുത്തിട്ടായിരുന്നു കേട്ടോ. നല്ല സമയം എടുത്തു എനിക്ക്. അങ്ങനെ ഇതാ ഓരോ ആണെങ്കിൽ ചെറിയ കുടലായിരിക്കും, അത് പെട്ടെന്ന് വേവും ചെയ്യും. പക്ഷേ കുറച്ച് മൂത്ത ആടിൻ്റെ ഒക്കെ ആണെങ്കിൽ കുടലൊക്കെ ആണെങ്കിൽ മെല്ലിയ വേവുള്ളൂ, കുറച്ച് നല്ല വേവുണ്ട്. ഇതാ ഇത് കണ്ടോ, നല്ല ടവല് പോലെ നല്ല പഞ്ഞി പോലെ നല്ല പൊതുപൊതാ സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ഈ സാധനം. അപ്പോൾ അത് അപ്പോഴത്തേക്കും എനിക്ക് ഏകദേശം എൻ്റെ നടുവൊക്കെ പഞ്ചറായിട്ടുണ്ട്. ജലദോഷക്കോളും ഒരു തൊണ്ടവേദനയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് 2ാമത്തെയാണ് കേട്ടോ. അപ്പോൾ ഇത് അതുപോലെ മുറിച്ചെടുക്കണേ. അങ്ങനെ ഞാനിതാ എല്ലാ കുടലും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ അപ്പോഴത്തേക്കും കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ചധികം വെള്ളം വേണം. അപ്പോൾ നല്ലോണം തിളച്ച ചൂടുവെള്ളം അപ്പം തന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഒഴിക്കാൻ കേട്ടോ. ഇതിലേക്ക് കൊണ്ടുവന്ന് ഒഴിക്കുമ്പോൾ എന്തിനാണെന്നറിയോ, ആ മുകളിൽ കാണുന്ന വെള്ള ഒരു ചാര കളറിലെ മുരുമുരു പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് മുഴുവൻ ക്ലീനാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ പാടില്ല. അത് കഴിച്ചാൽ ചത്തുപോവും എന്നാണ് എൻ്റെ ഒരു ഇത്. അല്ല, ചത്തുപോകും, കാക്കയ്ക്കൊക്കെ ഇട്ട് കൊടുത്താൽ കാക്കയൊക്കെ ചത്തുപോകും എന്ന് പറയുന്ന കേൾക്കാം. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ എന്നാലും അത് കഴിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇത് കണ്ടോ, ആ ചൂടുവെള്ളത്തിൽ ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ കൈയും കൊണ്ട് പറിച്ചാൽ തന്നെ ഇങ്ങനെ പൊളിഞ്ഞിങ്ങ് പോരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം നല്ല ചൂടുണ്ട് കേട്ടോ. ഇതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ പറ്റൂ. എന്നെപ്പോലെയൊക്കെ നന്നാക്കി ശീലമായി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തിളച്ച വെള്ളത്തിൽ നിന്ന് കോരിയെടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നന്നാക്കുമ്പോൾ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ഉള്ളൊരു പണിയാണ് കേട്ടോ ഇത്. എന്താണെന്നറിയാം, ഈ മൊരി ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കാൻ നല്ല സുഖം, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അതിങ്ങനെ ഒരു മുട്ടിപ്പലകയിൽ വെച്ചതിന് ശേഷം നമുക്കിതാ കത്തിയും കൊണ്ട്, കൈയും കൊണ്ട് പറിച്ചെടുക്കുന്നത് കൈ കൊണ്ട് പറിച്ചെടുക്കാം. അല്ലെങ്കിൽ കത്തിയും കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ഉരച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങ് പോരുവേ. കുറച്ച് കുറച്ച് മൂത്തിട്ടുള്ളതാണെങ്കിൽ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ അതൊന്നും കൂടി ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അല്ലാത്തതൊക്കെ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് പറിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം 1 കിലോ മതിയായിരുന്നു. ആർത്തി കൊണ്ട് 2 കിലോ വാങ്ങിക്കോന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടാത്ത സാധനം കൂടി ആയതുകൊണ്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 2 കിലോ ആയിട്ട് തന്നെ ഉണ്ടാവില്ല. ഈ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് വെന്ത് വരുമ്പോഴൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കറി വെച്ച് കഴിയുമ്പോൾ ഇത് നോക്ക്, ഒരു ടവല് പോലെ ഇല്ലേ, നല്ല ഡിസൈനൊക്കെ ആയിട്ട് ഇതുപോലെയാട്ടോ ഉണ്ടാവുക. ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എന്ത് പണിയാണെങ്കിലും വെറുപ്പിക്കലായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് കുടൽ നന്നാക്കാന്ന് പറയുന്നത്. എൻ്റെ നടുവും പുറമൊക്കെ വെട്ടിപ്പൊളിയുന്ന വേദനയായിരുന്നു കേട്ടോ. അങ്ങനെ 1-2 ആളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖം 1-2 കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് നന്നാക്കുമ്പോൾ പെട്ടെന്ന് കഴിയുന്ന പോലെ തോന്നും. ഇത് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കൈ മുറിയും. എൻ്റെ നഖത്തിന് നന്നായിട്ടൊന്ന് കൊണ്ടിട്ടുണ്ടായിരുന്നു. നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ചിരണ്ടുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കൈ അങ്ങ് നഖത്തിലങ്ങ് ഇതായിപ്പോയി. പക്ഷെ ചോരയൊന്നും വന്നില്ല, കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പോൾ പിന്നെയും നന്നാക്കൽ തുടങ്ങി. കട്ടിയുള്ള ഭാഗത്തെയാണ് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടാവുക. അത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ശക്തിയായിട്ട് ഉരച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് പോകും. മോനാണെങ്കിൽ സ്കേറ്റിംഗ് ക്ലാസ്സിന് പോയിട്ടുണ്ട്. അപ്പോൾ മോനെ കൂട്ടാൻ പോകണം. അപ്പോൾ ഞാൻ മോനെ കൂട്ടി വന്നതിന് ശേഷം വിശന്നിട്ട് വൈകുണ്ടായിരുന്നില്ല. രാവിലെ 7 മണിക്ക് കുടിച്ച ചായയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മിച്ചറും അവരും കൂടെ എടുത്തിട്ട് അത് കഴിച്ചു. എൻ്റെ അമ്മോ, അപ്പോഴത്തേക്കും സമയം 1 മണിയൊക്കെ 1:30-2 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 11 മണിക്ക് ഇരുന്നിട്ട് പിന്നെ പഴം ഉണ്ടായിരുന്നു, ഒരു നേന്ത്രപ്പഴം. അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ കഴിച്ചു. എനിക്കറിയാം ഇന്ന് എന്തായാലും കറിയായിട്ട് ചോറ് തിന്നാൻ നല്ല സമയമാവുന്നു. കൈയൊന്നും നന്നായിട്ടൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല, നല്ല മണം ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല. എനിക്ക് വിശന്നിട്ട് വൈകുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ഉണ്ടല്ലോ, ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ, മിച്ചറും അവിലും പഴവും. അടിപൊളി ടേസ്റ്റാണേ. ഈ മിച്ചറും അവിലും ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. മിച്ചറൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് മിച്ചറല്ല, അവില് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മിച്ചറിൻ്റെ കൂടെ ഇട്ടിട്ട് കഴിക്കണം. സൂപ്പറാണ്, നല്ല കറുമുറാന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷനാണ് മിച്ചറും
റവ ഉപ്പുമാവും പഴവും. എൻ്റെ അമ്മോ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഈ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ, കല്യാണ വീട്ടിലാകുമ്പോൾ എന്തായാലും രാവിലെ ഉപ്പുമാവായിരിക്കുമല്ലോ, റവ ഉപ്പുമാവ്. പിന്നെ വിരുന്നുകാരൊക്കെ കൊണ്ടുവന്ന മിച്ചറും ഉണ്ടാവും. ഉപ്പുമാവാണെങ്കിൽ പഴവും നിർബന്ധമായിട്ടുണ്ടാവും. ഞാനെന്ത് ചെയ്യുന്നറിയോ, കുറച്ച് ഉപ്പുമാവും കുറച്ച് മിച്ചറും ഈ പഴവും കൂടി ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ, ഓഹ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ വെറുതെ പറയുന്നില്ല, നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം അങ്ങനെ കഴിച്ചു നോക്ക്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ കഴിക്കണ്ടല്ലോ. വിശപ്പിന് ഏകദേശം പറഞ്ഞ് മനസ്സിലാക്കി ഒരു സൈഡിൽ ഇരുത്തിയിട്ട് പിന്നെ വീണ്ടും നമ്മൾ നമ്മുടെ പണി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ആ മുരുമുരൊക്കെ കളഞ്ഞല്ലോ, അത് പോവാത്തതുണ്ടായിരുന്നു. കുറച്ച് കട്ടിയുള്ള ഭാഗത്ത് പെട്ടെന്ന് അങ്ങനെ പോകില്ല. അപ്പോൾ നമ്മളത് ഉരച്ച് നല്ല ശക്തിയായിട്ട് ഉരച്ചിട്ട് അങ്ങ് കളയണം. അത് കുറച്ച് നന്നായിട്ട് ഉരയ്ക്കുകയാണെങ്കിൽ പോയി കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മുഖത്തും കണ്ണിലും എന്ന് വേണ്ട എല്ലാ പരിസരത്തും ഇത് തെറിക്കും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ നന്നാക്കുക. അല്ല, നിങ്ങൾക്ക് ഡൈവോഴ്സൊക്കെ കിട്ടാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, ഇതൊക്കെ നന്നാക്കിയതിന് ശേഷം നേരെ പോയി ഭർത്താവിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ എപ്പോൾ ഡൈവോഴ്സ് തന്നെന്ന് ചോദിച്ചാൽ മതി. അത്രയ്ക്കും മണമായിരിക്കും കേട്ടോ നമ്മളെ. ഞാനൊരു തമാശ പറഞ്ഞതാണ്. ഡൈവോഴ്സ് എന്ന് പറയുന്നത് അത്ര തമാശയുള്ള കാര്യമില്ലാന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മളിതാ നമ്മുടെ ചുരണ്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രത്തോളം വരും കേട്ടോ ആ മുരിമുരി എന്നുള്ള സാധനം കണ്ടോ. അപ്പോൾ നമുക്കിതൊരു കവറിലാക്കി അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ക്ലീൻ ആക്കിയതിന് ശേഷം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമുക്കിതെന്ത് ചെയ്യണം എന്നറിയോ, ഇത് നന്നായിട്ട് ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ പിന്നെ വീണ്ടും കത്തി നമ്മുടെ തള്ളവരൻ്റെ ഉള്ളിൽ കുടുക്കിയിട്ട് മുട്ടി കഷ്ണത്തിൻ്റെ മേലെ വെച്ചിട്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാട്ടോ ചെയ്യാം. ടേസ്റ്റ് എങ്ങനെയാണെന്നറിയോ, കഴിക്കാത്തവരുണ്ടെങ്കിൽ കേട്ടോ, നല്ല ഇങ്ങനെ റബ്ബർ പോലെ ഇങ്ങനെ വലിഞ്ഞിരിക്കും. ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വലിഞ്ഞിരിക്കും. നല്ല വേവുന്നതിനനുസരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. വേവുന്നതിനനുസരിച്ച് അതിൻ്റെ റബ്ബർ സിറ്റി കുറയും. അതായത് റബ്ബർ സിറ്റി അല്ല, ആ റബ്ബർ പോലെയുള്ള അതിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ, അതങ്ങ് കുറഞ്ഞ് കിട്ടും. നല്ലോണം വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മോൻ വന്ന് ചോദിക്കാം, അമ്മേ ഇത് എപ്പോഴാവാ, ഇത് ഇന്നെങ്ങാനും ആവുമോ, എനിക്ക് വിശക്കുന്നതെന്നൊക്കെ. അപ്പോൾ ചോറ് കഴിച്ചിട്ടില്ലല്ലോ, അവരും ഞാനൊരു ആപ്പിളൊക്കെ മുറിച്ച് കൊടുത്തിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പം അത്രയും ഞാൻ മുറിച്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെറുകുടൽ ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ഇത് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, നല്ല കല്ലിലിട്ടിട്ട് ഉരച്ചെടുക്കണം. അപ്പോൾ മോന് വിശന്നിട്ട് ഞാൻ ഒരു ആപ്പിളൊക്കെ മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. സമയം 2:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതാണ്ടോ കല്ലിൽ നന്നായിട്ട് ഉരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കളർ കണ്ടില്ലേ, നല്ല വെള്ള കളറായില്ലേ, അതിൻ്റെ അഴുക്കൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാർട്സ് ഉണ്ടല്ലോ, അത് ഞാൻ അതേ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഏകദേശം വെന്ത് വരാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ തിളപ്പിച്ചിട്ട് ഇത് നമ്മുടെ ചെറിയ കുടലുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ മുറിച്ചെടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി പോകുന്നതും കൊണ്ട് നമുക്ക് കത്തിയും കൊണ്ട് മുറിച്ചെടുക്കാനേ പറ്റില്ല. അതങ്ങനെ ചൂടുവെള്ളത്തിൽ ഒഴിച്ചപ്പോൾ കണ്ടോ, ഒരു നൂലുണ്ട പോലെ ആയിട്ടുണ്ട്. എല്ലാം കൂടെ ചുരുങ്ങിയ ഒരു ഉണ്ട പോലെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് കത്തിയും കൊണ്ടൊന്നും മുറിക്കേണ്ട ആവശ്യമേ വരില്ല. ഇതിങ്ങനെ കൈയും കൊണ്ടിങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കൈയും കൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് എടുത്താൽ മതി കേട്ടോ, കൈ കൊണ്ട് തന്നെ. അപ്പോൾ അതും സിമ്പിളായിട്ട് അങ്ങനെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടേ. അല്ലാണ്ട് വേറെ പണിയൊന്നുമില്ല, അതങ്ങ് സിമ്പിളാണ്, അങ്ങനെ കിട്ടും. ഇനിയിപ്പോൾ ഇത് നമുക്ക് 2-3 പ്രാവശ്യം ഒന്നും കൂടി നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ നമുക്കൊന്നുമില്ല, സാധാരണ കറി വെക്കുന്ന പോലെ കറി വെക്കാം. സാധാരണ കറി വെക്കുന്ന പോലെ അല്ല വെക്കുക. ആടിനും ആടിറച്ചിക്കൊക്കെ ഒരു മുഷുക്ക് മണാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ആട്ടിറച്ചിയും ആടിൻ്റെ ബോട്ടിയും അതിൻ്റെ കരളും ലിവറും ഒന്നും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം. അതുപോലെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മണോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ എല്ലാ കാര്യം പറയാനുള്ളത് അതുപോലെ പറയണം. കാരണം എനിക്കും അങ്ങനെയായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ഒക്കെ ആയിരുന്ന സമയത്ത് എനിക്ക് ഈ ആടിൻ്റെ മണം അങ്ങനെ പറ്റില്ല, എന്നതുകൊണ്ട് ഞാൻ കഴിക്കില്ല. അതിൻ്റെ ഒരു മണം ഉണ്ടാവല്ലോ, കഴിക്കില്ലായിരുന്നു ആ സമയത്തെ. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ കഴിക്കും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഈ ആടും കുടലൊക്കെ ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് കഴിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കിയെന്നറിയോ, അടുപ്പിലൊന്നും വെക്കാനുള്ള സമയമില്ല, വിശന്ന് കുടൽ കത്തിയിട്ട് വയ്യ, ചോറ് കഴിക്കണമല്ലോ. അപ്പം കുറച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉലുവ ഇട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് കേട്ടോ. അല്ലെങ്കിൽ കുറേ നേരം ഇരിക്കേണ്ടി വരും, പെട്ടെന്ന് വേവില്ല. ഉലുവ ഇട്ടാൽ നമുക്ക് ആട്ടിറച്ചിയാണെങ്കിലും അധികമൊന്നും ഇടരുതേ, ഒരു കയ്പ്പ് വരും, കുറച്ചിട്ടാൽ മതി, അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിൽ നല്ല വെള്ളം ഉണ്ടാവും, ഈ കുടലിൽ നല്ല വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക, കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വേറെ ഒന്നും ഇടണ്ട. മസാലയൊക്കെ നമുക്ക് പിന്നെ ഇടാം. ഇതൊന്നും ആദ്യം നമ്മൾ വേവിച്ചെടുക്കണമല്ലോ. അടുപ്പിൽ വെക്കുകയാണെങ്കിൽ മസാലയൊക്കെ കൂട്ടി ഒന്നിച്ചിട്ടാണ് വെക്കുക, പക്ഷേ കുക്കറിൽ വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഞാനിത് പൊന്തി തെറിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണും അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. ഈ കംഫർട്ട് അതിൽ ഒഴിക്കാനുള്ളതല്ല കേട്ടോ. കംഫർട്ട് നമുക്കിതാ ഇരുന്ന് നമ്മൾ ക്ലീൻ ആക്കി എടുത്തൊന്നും ഒഴിച്ചില്ലെങ്കിൽ പണി പാളും. ഞാൻ പറഞ്ഞില്ലേ, ഈ വഴി കൂടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയില്ലെങ്കിൽ ആൾക്കാർ നമ്മളെ ചീത്ത പറയും. അപ്പോൾ അവരെ വായിന്നിരിക്കുന്നത് കേൾക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ
എൻ്റെ കൈ മുറിഞ്ഞതിന് ശേഷം ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഈ കട്ടിംഗ് ബോർഡ്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെതും മരത്തിൻ്റെതും ഉപയോഗിക്കാൻ പാടില്ല എന്നിട്ട് ഇത് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ കളർ എന്ന് വെച്ചാൽ അട്ടക്കരയാണ് കേട്ടോ നിറയെ. അപ്പോൾ അതാണ് കേട്ടോ ആ ബോർഡിലുള്ളത്. നമ്മൾ അവിടെയാണ് കേട്ടോ തൂക്കുക. അപ്പോൾ അത് എടുത്ത് കഴുകിയിട്ട് നമുക്ക് ഈ ഉള്ളിയും ഞാൻ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്. പൊന്തി മറിയില്ല എന്നിട്ട് എൻ്റെ കുക്കറിൻ്റെ അടുപ്പിൻ്റെ ഒക്കെ കോലം കണ്ടോ ആകെ നാശമായിപ്പോയി. സ്പൂണൊന്നും ഇട്ടിട്ടൊരു കാര്യമില്ല. അങ്ങനെ ഞാനിതാ ഇപ്പുറത്തെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് അപ്പോഴത്തേക്കും ഞാൻ ഉള്ളിയും ചെറിയുള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയം കൊണ്ട് കുറച്ച് നമുക്ക് ജീരകം, ഉലുവ, കടുക്, കുരുമുളക് ഇത്രയും നമുക്കൊന്ന് റോസ്റ്റ് ആക്കിയിട്ടെടുക്കണം. അതായത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനതാ കുക്കറിൽ അപ്പുറത്ത് വേവുന്നുണ്ട്, ഇപ്പുറത്ത് ഞാൻ ചട്ടി വെച്ചിട്ട് നമ്മുടെ ഉള്ളിയും ഒക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഒന്ന് വാടി വരട്ടെ. കാരണം ഇനി നമ്മൾ വെന്ത കുടലാണല്ലോ ഇതിലേക്ക് ഇടുക. അപ്പോൾ നന്നായിട്ടൊന്ന് വേവുന്നതായിരിക്കും നല്ലത്. ഒരു കാര്യമായിട്ടൊന്നുമില്ല. ഉള്ളി, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില അത്രയൊക്കെ തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് മസാലപ്പൊടിയായിട്ട് കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതുമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ കുക്കർ അവിടെ നിന്ന് വിസിലടിക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. കാരണം കുറച്ച് മൂത്ത കുടല ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 10-15 വിസിലെടുത്തു കേട്ടോ മൊത്തം. അപ്പോൾ അങ്ങനെ പിന്നെയും വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ആ സമയം കൊണ്ട് കടുകും ഉലുവയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. മിക്സിയിൽ പൊടിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലിട്ടത് കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് അധികം ഉണ്ടെങ്കിൽ മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇത് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ജാറിൽ പൊടിയൂല. അപ്പോൾ ഞാൻ ഇതിലിട്ട് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു മണം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ആടിൻ്റെയൊക്കെ ഒരു മണം, ആ ഒരു മണം നമ്മുടെ കറിക്ക് ഉണ്ടാവേ ഇല്ല. നല്ല ജീരകത്തിൻ്റെയും നല്ല റോസ്റ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു മണമായിരിക്കും കേട്ടോ ഉണ്ടാവുക. വലിയവർക്ക് ഇനി നിന്നാൽ റെഡി ആവില്ല. ഞാനെന്താ ഈ പാർട്സ് അപ്പോഴത്തേക്കും വെന്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനതാ വേഗം മോന് അതും കൂട്ടിയിട്ട് കഞ്ഞി കൊടുത്തു. 4 മണി 4:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോനും കൊടുത്തു, ഞാനും കഴിച്ചു കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് അതിലും കാര്യമായിട്ടൊന്നും ഇട്ടായില്ല, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുത്തതാണേ. കൊള്ളാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ വെന്ത കുടൽ അതിലേക്ക് ഇട്ടിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ മസാലയൊക്കെ ഇട്ട് പിന്നെ വെന്ത കുടലും അതിലൊന്നും ഇട്ടിട്ട് ആ വെള്ളം ഒന്ന് വറ്റിയെടുക്കുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റാക്കി ഇളക്കിയെടുത്തു. ഇവിടെ ചേട്ടനാണെങ്കിൽ എല്ലാത്തിനും ചാറ് വേണം. ഒന്ന് വരട്ടി കഴിക്കാനൊന്നും സമ്മതിക്കില്ല. ചിക്കനാണെങ്കിലും എല്ലാത്തിനും ചാറ് വേണം. എനിക്ക് മടുത്ത്. അങ്ങനെ ഈ കുടലിലൊന്നും ചാറ് വെച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് വരട്ടിയെടുത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ പൊടിച്ചെടുത്ത പൊടി ഉണ്ടല്ലോ അതൊക്കെ അതിലേക്കിട്ടു. അപ്പോഴത്തേക്കും നല്ല മണമാണ് കേട്ടോ. പിന്നെ ഞാനിത് അവസാനം അടുപ്പ് ഓഫാക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കുരുമുളക് പൊടി ഇടണ്ട, നമ്മൾ കുരുമുളക് പൊടിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് അതിടണ്ട. അങ്ങനെ അതും കൂടി ഇട്ടിട്ട് ഇതിപ്പോൾ കുറച്ച് ചാറുണ്ട്. ഇതെന്താണെന്നറിയോ, കുറച്ച് സമയം കഴിയുന്ന വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇതങ്ങ് വറ്റും. അപ്പോഴത്തേക്കും ഞാനൊരു വിധമായിട്ടുണ്ട്. എനിക്ക് പനിയൊക്കെ അധികമായി കൂടി തീരെ വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഒരു രാത്രി ഞാനത് കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് ഓർമ്മയുണ്ടായത്. കുറച്ച് ബോട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ കടലയൊക്കെ ഇട്ടിട്ട് വെക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കടലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ കേട്ടോ. ഇതിലത്തെ കുറച്ച് പത്തിരിയും ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവർക്ക് കുറച്ച് പുട്ടുണ്ടാക്കി കൊടുത്തു. പുട്ടും ബോട്ടിയും കിട്ടിയില്ല ടേസ്റ്റാണ് കേട്ടോ. അമ്മോ. അപ്പോൾ ഞാനിതാ മോനും ചേട്ടനും എല്ലാവർക്കും പുട്ടൊക്കെ ഉണ്ട്. പിന്നെ രാവിലത്തെ പത്തിരീൻ്റെ കുറച്ച് കടലക്കറി ഉണ്ടായിരുന്നു. അതൊന്നും ആരും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല കേട്ടോ, ഈ ബോട്ടി ഉള്ളതുകൊണ്ട്. അങ്ങനെ അവരൊക്കെ നല്ല സന്തോഷമായിട്ട് കഴിച്ചു. ഞാനത് കഴിച്ചോന്ന് പോലും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. എനിക്ക് വയ്യ ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ട് പീരീഡ്സ് ആവേണ്ട ഞാൻ പിറ്റേ ദിവസം പീരീഡ്സ് ആയി. എനിക്കൊന്ന് ശരീരം അത്രത്തോളം വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെ ആയത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കുടലൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നന്നാക്കാൻ മെനക്കെടണ്ട. ഇനി മേലാൽ ഞാനും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.